നമസ്കാരം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറൻഷിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷന്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ ഫസ്റ്റിൽ ഒരു പ്രോബ്ലം കൂടി ആ സെഷൻ എന്ന് പറയുന്നുണ്ട്. ഒരു NCERT പ്രോബ്ലം ആണ്. അതിന്റെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തത് പലർക്കും കിട്ടാതെ ഡൗട്ട് വരാറുണ്ട്. ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ട്രിഗണോമെട്രി കുറച്ച് വേണം അതിന്റെ ഒരു ലാസ്റ്റ് ആൻസറിലേക്ക് എത്താൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് x equal to sin cube t divided by root of cos 2t, y equal to cos cube t divided by root of cos 2t, prove that dy by dx equal to minus cot 3t. NCERT ഫൈൻഡ് dy by dx പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതിന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ എക്സും വൈയും ടിയിൽ തന്നിട്ടുണ്ട്. ആൻസർ dy by dx കിട്ടേണ്ട ആൻസർ ടിയിൽ തന്നെയാണ്. അപ്പൊ ടി എലിമിനേറ്റ് ചെയ്യേണ്ട വിഷയമൊന്നുമില്ല. നമുക്ക് ആദ്യം എക്സ് എടുക്കാം. എക്സ് ഈക്വൽ ടു സൈൻ ക്യൂബ് ടി, x equal to sin cube t divided by square root of cos 2t. Differentiating with respect to t, dx by dt. നമ്മളോട് എന്ത് ചെയ്യും? ഇതൊരു കോഷ്യന്റ് അല്ലേ? കോഷ്യന്റോട് ഉപയോഗിക്കുക. ഡിനോമിനേറ്റർ ഇൻറ്റു റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ സൈൻ ക്യൂബ് ടിന്റെ ഡെറിവേറ്റീവ് ക്യൂബിൻ്റെത് 3 sin square t ഇൻറ്റു സൈൻ ടിന്റെ ഡെറിവേറ്റീവ് കോസ് ടി. ക്ലിയർ അല്ലേ? ക്യൂബിൻ്റെത് 3 sin square t ഇൻറ്റു സൈൻ ടിൻ്റെത് കോസ് ടി മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു സൈൻ ക്യൂബ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ റൂട്ട് കോസ് 2ടിന്റെ ഡെറിവേറ്റീവ് റൂട്ടിൻ്റെത് 1/2 റൂട്ട് കോസ് 2t ഇൻറ്റു കോസിൻ്റെത് മൈനസ് സൈൻ 2t ഇൻറ്റു 2tൻ്റെത് 2. കഴിഞ്ഞില്ല. ഓൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. റൂട്ട് കോസ് 2tന്റെ സ്ക്വയർ റൂട്ട് പോവും, കോസ് 2t. റൂട്ട് ഓഫ് കോസ് 2tന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് 2t ആവും. ഇവിടെ ഈ 2 ക്യാൻസൽ ആയി പോകും. ഇച്ചിരി കൂടി സിംപ്ലിഫൈ ചെയ്യണം, എന്നാലേ നമുക്ക് ആ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഡിവൈഡ് ബൈ റൂട്ട് കോസ് 2tനെ ഇതിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ റൂട്ട് കോസ് 2t ഇൻറ്റു റൂട്ട് കോസ് 2t ബിക്കം കോസ് 2t ഇൻറ്റു 3 സൈൻ സ്ക്വയർ ടി കോസ് ടി. ഈ മൈനസും കൂടി പ്ലസ് ആവും. സൈൻ ക്യൂബ് ടി ഇൻറ്റു സൈൻ 2t ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് 2t. അതോടൊപ്പം തന്നെ ഇവിടെ ഇൻറ്റു ആയിട്ട് ഡിനോമിനേറ്ററിൽ ഓൾറെഡി കോസ് 2t ഉണ്ട്. അപ്പൊ അവിടെ വരിക ഓൾ ഡിവൈഡ് ബൈ വരിക റൂട്ട് ഓഫ് കോസ് 2t ഇൻറ്റു റൂട്ട് ഇല്ലാത്തൊരു കോസ് 2t ഓൾറെഡി ഡിനോമിനേറ്ററിൽ ഉണ്ട്. നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ഓൾ ഡിവൈഡ് ബൈ റൂട്ട് കോസ് 2tയും പിന്നെ ഇതും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ശരിക്ക് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ്, റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു എക്സ് റേസ് ടു 1.5 3/2 ആവും. അപ്പൊ റൂട്ട് കോസ് 2t ഇൻറ്റു കോസ് 2t എന്ന് പറയുന്നത് കോസ് 2tന്റെ പവറിൽ 1.5 3/2 വരും. അതാണ് ഡിനോമിനേറ്ററിൽ അടുത്ത സ്റ്റെപ്പിൽ വരിക. കോസ് 2t ഓൾ റേസ് ടു 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, cos 2t into 3 sin square t cos t plus ഇവിടെ sin cube t നെ എഴുതി sin cube t, sin 2t നെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു 2 sin t cos t, 2 sin t cos t. ക്ലിയർ അല്ലേ? ഡിവൈഡഡ് ബൈ cos 2t ന്റെ റേസ് ടു 3/2, cos 2t raised to 3/2. ഇനി കുറച്ചൊക്കെ കോമൺ ഫാക്ടർ കിട്ടും. ഇവിടെ സൈൻ സ്ക്വയർ ടി
കോസ് ടി ഉണ്ട്, കോസ് 2t, പിന്നെ 3 സൈൻ സ്ക്വയർ ടി കോസ് ടി. ഇവിടെ സൈൻ ക്യൂബ് ടി കോസ് ടി ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടേമിന്ന് കോമൺ ഫാക്ടർ ആയിട്ട് സൈൻ സ്ക്വയർ ടി കോസ് ടി പുറത്തെടുക്കാം. എന്തെടുക്കാം? സൈൻ സ്ക്വയർ ടി കോസ് ടി കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൈൻ സ്ക്വയർ ടി കോസ് ടി പോകുന്ന പിന്നെ 3 കോസ് 2t റിമൈനിങ് ഉണ്ടാവും. 3 കോസ് 2t പ്ലസ് സൈൻ ക്യൂബ് സൈൻ സ്ക്വയർ പോയ ഇവിടെ ഒരു സൈൻ ടി ഉണ്ടാവും, ഈ കോസ് ടിയും പോയി. അപ്പൊ ഇവിടെ ഉണ്ടാവുക 2 ഇൻറ്റു ഇതിലൊരു സൈനും ഈ ഒരു സൈനും ബാക്കി ഉണ്ടാവും. സൈൻ സ്ക്വയറേ പോന്നിട്ടുള്ളൂ. ഒരു സൈൻ ടി ഇൻറ്റു സൈൻ ടി, സൈൻ സ്ക്വയർ ടി ഇവിടെ ഉണ്ടാവും, ഡിവൈഡഡ് ബൈ കോസ് 2t raised to 3/2. That is equal to, കുറച്ചും കൂടെ മുന്നോട്ട് നമ്മൾ പോകണം. That is equal to സൈൻ സ്ക്വയർ ടി കോസ് ടി, സൈൻ സ്ക്വയർ ടി കോസ് ടി മുന്നിൽ നിൽക്കട്ടെ. ഈ ബ്രാക്കറ്റില് ഇത് കോസ് 2tയും ഇത് സൈൻ സ്ക്വയർ ടിയും. കോസ് 2tനെ സൈൻ സ്ക്വയർ ടിയിലേക്ക് മാറ്റാം. അപ്പൊ 3 ഇൻറ്റു കോസ് 2tക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി കോസ് 2t, 1 മൈനസ് 2 സൈൻ സ്ക്വയർ ടി പ്ലസ് ഇവിടെയുള്ള 2 സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ കോസ് 2tന്റെ റേസ് ടു 3/2. അങ്ങനെ തന്നെ ഇത് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി കോസ് ടി ഓൾ ഇൻറ്റു, ഈ ബ്രാക്കറ്റ് തുറന്നാല് 3 into 1 3 minus 3 into 2 6 sin square t plus 2 sin square t divided by cos 2t raised to 3/2. That is equal to sin square t cos t all into 3 minus 6 sin square t plus 2 sin square t പറയുമ്പോൾ minus 4 sin square t ബാക്കി ഉണ്ടാവും. Okay, divided by cos 2t raised to 3/2. That is equal to, ഇനി ഒന്ന് ശ്രദ്ധിക്കട്ടെ, നമുക്ക് കിട്ടേണ്ട cot 3t എന്നാ, 3t വരുന്നുണ്ട്. ഈ ബ്രാക്കറ്റ് നോക്ക്, 3 മൈനസ് 4 സൈൻ സ്ക്വയർ ടി, 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 3 തീറ്റയാണ്. അപ്പൊ ഈ പുറത്ത് കിടക്കുന്ന സൈൻ സ്ക്വയർ ടിന്ന് ഒരു സൈൻ ടി ഈ ബ്രാക്കറ്റിലേക്ക് ഇൻറ്റു ചെയ്താൽ ഈ ബ്രാക്കറ്റ് സൈൻ 3t ആവും. അപ്പൊ ഞാൻ സൈൻ സ്ക്വയർ ടി ഒരു സൈൻ ടിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ സൈൻ ടി കോസ് ടി ഇവിടെ പുറത്തുണ്ടാവും, ഒരു സൈൻ ടി ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യാണ്. 3 സൈൻ ടി മൈനസ് 4, ഇവിടെ സൈൻ ടി ഇൻറ്റു ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് ടി. ക്ലിയർ അല്ലേ? സൈൻ സ്ക്വയർ ടിന്ന് ഒരു സൈൻ ടിനുള്ളിലേക്ക് ഇൻറ്റു ചെയ്തു. അപ്പൊ 3 സൈൻ ടി, ഇവിടെ സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ ക്യൂബ് ആവും, ഡിവൈഡഡ് ബൈ കോസ് 2t raised to 3/2 ഈക്വൽ ടു, ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം, സൈൻ ടി കോസ് ടി ഇൻറ്റു ബ്രാക്കറ്റ് 3 സൈൻ ടി മൈനസ് 4 സൈൻ ക്യൂബ് ടി പറഞ്ഞാല് സൈൻ ഓഫ് 3t divided by cos 2t ന്റെ raised to, ഇതാണ് dx by dt ആയിട്ട് കിട്ടിയത്. നമ്മുടെ എക്സ് എന്തായിരുന്നു? സൈൻ ക്യൂബ് ടി ബൈ റൂട്ട് ഓഫ് കോസ് 2t. അത് നമ്മൾ dx by dt കണ്ടപ്പോ ഇത്രയും കിട്ടി. ഇനി വൈയിലേക്ക് നോക്കൂ, എന്താ വ്യത്യാസം? വൈയില് ഈ സൈൻ ക്യൂബ് ടി ഉള്ളിടത്ത് കോസ് ക്യൂബ് ടി, ഡിനോമിനേറ്റർ സെയിം ആണ്. അത് നിങ്ങൾ ചെയ്യണം. അതേപോലെ നിങ്ങൾ dy by dt ചെയ്താൽ കിട്ടല് y എന്താണ്? കോസ് ക്യൂബ് ടി ഡിവൈഡഡ് ബൈ, സെയിം സ്റ്റെപ്പിൽ പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വന്നാല് dy by dt നിങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ എഴുതാണ്ടാവും, ഞാൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ നോട്ട് എഴുതുമ്പോ അതിലേക്ക് ചെയ്തിട്ട് എഴുതുക. dy by dt കിട്ടുക, ഒരു മൈനസ് ഉണ്ടാവും. ഈ സൈൻ ടി കോസ് ടി ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈ സൈൻ 3t വന്നോടത്ത്
കോസ് 3t ആവുക. അപ്പൊ മൈനസ് സൈൻ ടി കോസ് ടി ഇൻറ്റു കോസ് 3t ഡിവൈഡഡ് ബൈ സെയിം സ്റ്റെപ്പുകൾ ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ഇങ്ങനെ കിട്ടും. ഒരു മൈനസ് ഉണ്ടാവും, നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. മൈനസ് സൈൻ ടി കോസ് ടി ഉണ്ടാവും. ഈ സൈൻ 3t പോയിട്ട് അവിടെ കോസ് 3t, അതായത് ഈ ബ്രാക്കറ്റിൽ വരിക 4 കോസ് ക്യൂബ് ടി മൈനസ് 3 കോസ് ടി എന്നാ വരിക. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഫോർമുല പ്രകാരം therefore എന്ത് ചെയ്യുന്നു? പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ ഫോർമുല dy by dx equal to dy by dt divided by dx by dt. That's equal to dy by dt da minus sin t into cos t into cos 3t divided by, sorry ഇവിടെ ഞാൻ എഴുതിയ മാറി പോയി. എന്താ ഇത് കിട്ടുക? സെയിം സാധനം റേസ്റ്റ് 3/2 കിട്ടുക കേട്ടോ. ഇവിടെ റൂട്ട് കോസ് 2t അല്ല, കോസ് 2t റേസ് ടു, അതിനൊന്നും ഒരു മാറ്റമില്ല, സെയിം സ്റ്റെപ്പാണ് ഇതില്. കോസ് 2t റേസ് ടു 3/2 ഇതേപോലെ തന്നെ. കോസ് 2t റേസ് ടു 3/2 ഓൾ ഡിവൈഡഡ് ബൈ ഇത് dy by dt ആണ്. dx by dt ഇതാ sin t cos t into sin of 3t divided by cos 2t raised to 3/2. അപ്പൊ രണ്ടു പേർക്ക് ഡിവൈഡഡ് ബൈ cos 2t raised to 3/2 ഉണ്ട്. ഇത് ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇതാ ഈ sin t cos t ക്യാൻസൽ ചെയ്യാം. മൈനസ് cos 3t ഡിവൈഡഡ് ബൈ sin 3t, cos theta by sin theta, cos theta by sin theta, cot theta. അപ്പൊ ഇത് മൈനസ് കോട്ട് 3t. അപ്പൊ ഞാൻ എക്സിൻ്റെതേ ചെയ്തുള്ളൂ, വൈ ഇതാണ്. ഇതേപോലെ വൈൻ്റെത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം ഇതാണ്. ഈ കിട്ടിയ ആൻസറിൽ ഒരു മൈനസ് ഉണ്ടാവും. സൈൻ ടി കോസ് ടി, സൈൻ 3tക്ക് പകരം കോസ് 3t വരും. ഇവിടെ കോസ് 2t റേസ് ടു 3/2. അപ്പൊ പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ സെക്ഷൻ എല്ലാ പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ NCERT-യിൽ ഒരു സെക്ഷൻ ആയിട്ട് പറയുന്നില്ല, പക്ഷെ NCERT-യിലെ മിസലേനിയസ് പ്രോബ്ലത്തിൽ ചില പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാരാമെട്രിക് ഡിഫറൻഷിയേഷന്റെ മറ്റൊരു ഫോം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്താന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ with respect to another function. അതാണ് ചെറിയ സെക്ഷൻ ആയിട്ട് പറഞ്ഞത്. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ. സൈൻ എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ചോദ്യം സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ലോഗ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x ആണ്. എന്നാൽ ലോഗ് എക്സിനെ e raised to x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് f of x ആണ്, ഒന്ന് g of x ആണ്. അപ്പൊ നമുക്ക് fx-നെ gx കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ശരിക്കും എന്താ കാണേണ്ടത്? d by dgx of fx. d by dx of fx എന്ന് പറഞ്ഞാല് fx-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് fx-നെ വിത്ത് റെസ്പെക്ട് ടു gx കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ d by dgx of fx. d by dx of sin x എന്താ? മീനിങ് എന്താ? ഇതിന്റെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എന്നാൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. d by d cos x of sin x. എന്താ ഇതിന്റെ അർത്ഥം? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് തന്നെയാണ്, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു cos x. അങ്ങനെ വരുമ്പോഴുള്ള അവസ്ഥ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയാം fx-ഉം gx-ഉം രണ്ട് ഫംഗ്ഷൻസ് ആണ് എക്സിന്റെ. നമ്മുടെ പ്രശ്നം fx-നെ gx കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്കൊരു സിമ്പൽ കൊടുക്കാം. ലെറ്റ് ഒന്നിനെ u എന്ന് പേരിട്ടു, f of x. രണ്ടാമത്തേനെ v എന്ന് പേരിട്ടു, g of x. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്?
ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി. du ബൈ dv വേണം. അപ്പൊ നമുക്ക് ചെയിൻ റൂൾ വായിക്കൊന്ന് വന്നാൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. എക്സിനെ കൊണ്ടുവരാനുള്ള കാരണം യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വി ഇസ് ആൾസോ ഫംഗ്ഷൻ ഓഫ് എക്സ്. അങ്ങനെ ഇതേ പോലല്ലോ ഡി യു ബൈ ഡി വി അല്ലേ വേണ്ടത്. അപ്പൊ ചെയിൻ റൂൾ പ്രകാരം ഡി യു ബൈ ഡി വി ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ചെയ്യാം ഇൻറ്റു ഡി എക്സ് ബൈ ഡി വി. ഇത് തന്നെയാണ് നമ്മൾ പാരാമെട്രിക്കലും ചെയ്തത്. അവിടെ ടി ആയിരുന്നു വ്യത്യാസമുള്ളൂ. ഓക്കെ, ഒരു കുഴപ്പമില്ല. അപ്പൊ യുവിനെ എക്സ് കൊണ്ട് ചെയ്യാം ഇൻറ്റു എക്സിനെ വി കൊണ്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പില് ഡി യു ബൈ ഡി എക്സ് ഇവിടെ നിൽക്കട്ടെ. ഡി യു ബൈ ഡി എക്സ് ഈ ഡി എക്സ് ബൈ ഡി വി തന്നെയാണ് റെസിപ്രോക്കൽ കണക്ഷൻ പ്രകാരം എന്ത് യെസ് ഡി വി ബൈ. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിക്കാം ഡി യു ബൈ ഡി എക്സ് ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ ഡി വി ബൈ. അപ്പൊ യുവും വിയും എക്സിന്റെ രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വി is equal to derivative of u with respect to x divided by derivative of v with respect to x. അപ്പൊ എക്സിന്റെ രണ്ട് ഫങ്ഷൻസ് എന്നിട്ട് ഒന്നിനെ മറ്റൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നിനെ യു എന്ന് പേരിടും, ഒന്നിനെ വി എന്ന് പേരിടും. എന്നിട്ട് രണ്ട് പേരെയും വേറെ വേറെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എക്സ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് കാണും, ഡി വി ബൈ ഡി എക്സ് കാണും. എന്നിട്ട് ഈ ഫോമിൽ ഉപയോഗിക്കും ഡി യു ബൈ ഡി വി ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ബൈ ഡി വി ബൈ ഡി എക്സ്. സിമ്പിൾ ആണ്. എഫ് എക്സും ജി എക്സും രണ്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എഫ് എക്സിനെ ജി എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ രണ്ട് പേരെയും വേറെ വേറെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് കോഷ്യന്റ് എടുക്കുക. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞാൽ ക്ലിയർ ആവും. ഒന്നാമത്തെ ചോദ്യം ഡിഫറൻഷിയേറ്റ് x raised to 5 with respect to x cube. x raised to 5 നെ x cube കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാ? ഒന്നിനെ u എന്ന് പേരിടാം. u equal to x raised to 5, v is equal to നമുക്കിനി എന്താ വേണ്ടത്? നമുക്കിനി വേണ്ടത് du by dv ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? രണ്ടിനെയും എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. കാരണം രണ്ടാളും എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ്. സിമ്പിൾ അല്ലേ? എക്സ് റേസ് ടു 5 5 ഇൻറ്റു എക്സ് റേസ് ടു 4. ഡി വി ബൈ ഡി എക്സോ എക്സ് ക്യൂബിന് ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് ടു 2. ദെർഫോർ നമ്മളിപ്പോ കണ്ട റിസൾട്ട് പാരാമെട്രിക് ഫോമിന്റെ ഒരു രൂപം തന്നെയാണത്. du by dv is equal to du by dv ആണല്ലോ വേണ്ടത്. du by dv is equal to du by dx divided by dv by dx equal to 5x raised to 4 du by dx ന് പകരം dv by dx ന് പകരം 3x square that is equal to 5 by 3 into x raised to 4 divided by x square പറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? ന്യൂമറേറ്ററിൽ x square ബാക്കി. Then example 2 differentiate sin 3x with respect to cos 3x. sin 3x നെ എന്തുകൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? cos 3x കൊണ്ട്. അപ്പോൾ ഇവിടെ let u is equal to sin 3x, v is equal to cos 3x. നമുക്ക് എന്താ വേണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു v. അതിന് രണ്ടാളെയും x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. du by dx equal to sin 3x നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos 3x into 3 cos 3x. dv by dx പറയൂ. v എന്താ? v is equal to cos 3x. അപ്പോ കോസിൻ്റെത് മൈനസ് സൈൻ 3x ഇൻറ്റു 3x 3 മൈനസ് സൈൻ 3x
Therefore, du by dv is equal to du by dx by dv by dx. Derivative of u with respect to v is equal to du by dx by dv by dx. That is equal to 3 cos 3x by minus 3 sin 3x. 3 cancel ആയി പോയി. നെഗറ്റീവ് നമ്മൾ ന്യൂമറേറ്ററിൽ ഇട്ടു. നമുക്ക് cos 3x by sin 3x cot 3x minus cot 3x. Example 3. Differentiate tan inverse root 1 plus x square plus 1 divided by x with respect to tan inverse x. With respect to tan inverse x. അപ്പോൾ ആദ്യം ഒന്നാമത്തെ u എന്ന് പേരിടാം. u equal to tan inverse root 1 plus x square plus 1 divided by x. കഴിഞ്ഞതൊക്കെ നമ്മൾ ഈ നേരെ ഡെറിവേറ്റീവ് എടുത്തിരുന്നു. രണ്ടാമത്തെ v എന്നും കൂടി പേരിട്ട് വെക്കാം. v equal to ആരാ? tan inverse x. ഇത് നേരിട്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതല്ല നല്ലത്. അവിടെ ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈനസ് ഉള്ളതാ ചെയ്തത് എൻ്റെ ഓർമ്മ. മൈനസ് പ്ലസ് ഒക്കെ വരാം. എന്തായിരുന്നു ഇവിടേക്ക് സ്യൂട്ടായ സബ്സ്റ്റിറ്റ്യൂഷന്? ഡിഫറൻഷിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് x equal to tan തീറ്റ. അപ്പൊ u എന്താണ്? tan ഇൻവേഴ്സിൽ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം tan സ്ക്വയർ തീറ്റ. അപ്പൊ റൂട്ട് ഓഫ് 1 പ്ലസ് tan സ്ക്വയർ തീറ്റ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ അതിന് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സിന് പകരം tan തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് 1 പ്ലസ് tan സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ. സി സ്ക്വയർ തീറ്റ റൂട്ട് എടുക്കുമ്പോൾ സീക്ക് തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ tan തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സീക്ക് തീറ്റനെ 1 ബൈ കോസ് തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ tan തീറ്റനെ sin തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സിൽ കോസ് തീറ്റ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് കോസ് തീറ്റ all divided by cos theta. E divided by sin theta by cos theta become into cos theta by sin theta. Abhi cos theta cancel ആയി. That's equal to tan inverse 1 plus cos theta divided by sin theta. ഇനി പോകാം. tan inverse 1 plus cos theta 2 cos square theta by 2 sin theta ne 2 sin theta by 2 cos theta by 2. അപ്പൊ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്തു. ഒരു cos theta by 2 ക്യാൻസൽ ചെയ്തു. tan ഇൻവേഴ്സിൽ cos theta by 2 by sin theta by 2 cot theta by 2. പുറത്ത് tan ഇൻവേഴ്സ് ആയതുകൊണ്ട് ഈ കോട്ടിനെ tan ഓഫ് pi by 2 മൈനസ് theta by 2. അപ്പൊ tan ഇൻവേഴ്സ് tan പോയി. pi by 2 മൈനസ് theta by 2. pi by 2 മൈനസ് ഹാഫ് ഇൻറ്റു what is theta? x equal to tan theta എന്ന സബ്സ്റ്റിറ്റ്യൂഷന്. അപ്പൊ തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമ്മുടെ യുവിന്റെ സിംപ്ലിഫൈഡ് ഫോം. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് ഇക്വൽ ടു പൈ ബൈ ടുന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഹാഫ് കോൺസ്റ്റന്റ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇതാണ് ഡി യു ബൈ ഡി എക്സ്. ഇനി അതിന്റെ വി എന്താ? വി എളുപ്പല്ലേ? വിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ട. v equal to tan inverse x ആ. അപ്പോൾ നേരിട്ട് ഡെറിവേറ്റീവ് എഴുതാം. dv by dx equal to tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. നമ്മളോട് ചോദിച്ചത് du by dv ആണ്. Therefore du by dv is equal to du by dx divided by dv by dx. That is equal to du by dx ആയിട്ട് കിട്ടിയത് -1 by 2 into 1 plus x square divided by dv by dx കിട്ടിയത് 1 by 1 plus x square.
ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇങ്ങനെ ക്യാൻസൽ ആയി പോകും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ സിമ്പിൾ ആണ്. ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നിനെ യു എന്നും ഒന്നിനെ വി എന്നും പേരിടുക. യുവിനും വിനും സെപ്പറേറ്റ് ആയിട്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിലാണ് ഫംഗ്ഷൻ എങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യം കൊടുത്തിട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഫോർമുല ഉപയോഗിക്കുക ഡെറിവേറ്റീവ്.